അപ്പൊ നമ്മുടെ ക്രിസ്മസ് പാപ്പ നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈ അവസരത്തില് നമ്മള് തിരി കൊളുത്തി നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് നിർവഹിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എഡിൻബറ മലയാളി സമാജത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, നമുക്ക് അവർക്കും പ്രിയങ്കരനായ ഊർജ്ജസ്വലനായ പ്രിയപ്പെട്ട പ്രസിഡന്റ് നോയൽ ജോ മാത്യുവിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി, നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട ടിജോ മറ്റം, ട്രഷറർ ജോജോ മേലേടം ആൻഡ് ജോയിന്റ് ട്രഷറർ എബി ജോസ്, അവരെ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ഭാരവാഹികൾ വന്നു. അതുപോലെ തന്നെ പാപ്പ ഇവിടെയുണ്ട്. നമ്മുടെ ഈ വർഷത്തെ ആഘോഷങ്ങളുടെ ഉദ്ഘാടന കർമ്മമാണ് നിർവഹിക്കുന്നത്. അതിന് തൊട്ടു മുമ്പായിട്ട് നമ്മുടെ പാപ്പ നിങ്ങളോട് നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തെ പറ്റി ഇപ്പോൾ 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. സ്നേഹം നിറഞ്ഞ എഡിൻബറ മലയാളി സമാജത്തിന്റെ എല്ലാ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുകുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നല്ലൊരു ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും ആശംസകൾ. പ്രിയ സുഹൃത്തുക്കളെ, വളരെയധികം അഭിമാനത്തോടുകൂടിയാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ സായം സന്ധ്യയിൽ ഇവിടെ നിൽക്കുന്നത്. കാരണം എഡിൻബറ മലയാളി സമാജം 2007 മുതൽ നമ്മുടെ ഈ എഡിൻബറയില് ക്രിസ്മസ്, ന്യൂ ഇയർ, അതുപോലെ ഓണം, വിഷു ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തി വരികയാണ്. കഴിഞ്ഞ ഏകദേശം 19 വർഷക്കാലം EMS നടത്തി വരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതുപോലെ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന വളരെ വലിയ സംഭാവനകൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കോവിഡ് കാലത്ത് EMS ചെയ്ത പ്രവർത്തനങ്ങൾ, അതുപോലെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് അക്കോമഡേഷന്റെ പ്രോബ്ലം വന്നപ്പോൾ EMS ഇടപെട്ട് എല്ലാവർക്കും അതിനുള്ള സഹായങ്ങൾ ചെയ്യുണ്ടായി. അതിനേക്കാൾ എടുത്തു പറയേണ്ട ഒത്തിരി നിങ്ങൾക്കറിയാം. ഇപ്പൊ നമുക്ക് വലിയൊരു പ്രതിസന്ധി വന്നിരിക്കുകയാണ് സ്റ്റുഡൻസിന്. നമുക്ക് ILR ഒരു റൂൾ ചേഞ്ച് ചെയ്യുകയാണ്. അതിനൊക്കെ വേണ്ടിയിട്ട് EMS ബാക്ക്ഗ്രൗണ്ടിൽ പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വരുന്ന ആഴ്ച ഇവിടുത്തെ MP ആൻമുറയുമായിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറെ വർഷക്കാലമായിട്ട് ഞാനും എൻ്റെ മറ്റൊരു സുഹൃത്തും ഇവിടെ വന്നു പോകാറുണ്ട്. ആ സുഹൃത്തിനെ നിങ്ങൾ അറിയുമായിരിക്കും, മാവേലി തമ്പുരാൻ. അപ്പോൾ ഞങ്ങള് ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. അതിന് കാരണം EMS നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന സൽപ്രവർത്തികളാണ്. ഇനിയും വരും വർഷങ്ങളിൽ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, ക്രിസ്മസ്, ന്യൂ ഇയർ എന്ന് പറയുന്നത് പരസ്പര സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം നൽകുന്ന ഒരു ജീവിതമാണ്. പുത്തൻ പ്രതീക്ഷകളുമായിട്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം, സ്നേഹിക്കാം, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ ഈ വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ സബലീകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു.
നമ്മുടെ പാപ്പ തിരിതെളിച്ചുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ പരിപാടികൾ ഔപചാരികമായി തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രസിഡന്റും സെക്രട്ടറിയും അതിനുശേഷം നമ്മുടെ ട്രഷറർ ജോജോ, ജോയിന്റ് ട്രഷറർ എബി അവർ ചേർത്ത് തിരി കൊളുത്തിക്കൊണ്ട് നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ പരിപാടികൾ ഒഫീഷ്യലായിട്ട് ഉദ്ഘാടന കർമ്മം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മുടെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ട് നമ്മളൊരു കേക്ക് കട്ട് ചെയ്ത് നമ്മൾ സന്തോഷം പങ്കിടുകയാണ്. അതിനു മുമ്പായിട്ട് ഇന്ന് നമ്മുടെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ പരിപാടികളിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഔപചാരികമായിട്ട് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഡിൻബറ മലയാളി സമാജത്തിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട ടിജോ മറ്റത്തിനെ ക്ഷണിക്കുകയാണ്. ഹലോ എവരിവൺ, എല്ലാവരും ഓക്കെ അല്ലേ? നമ്മുടെ EMSന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷത്തിലേക്ക് കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. അധികം നേരം പ്രസംഗിച്ച് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ ക്രിസ്മസ് ഫാദർ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് എല്ലാവരും ഇനി നടക്കുന്ന കലാപരിപാടികളിൽ പങ്കെടുക്കുക, ആസ്വദിക്കുക. ഒരു മെമ്മറബിൾ ആയ ഒരു ഇവന്റായി നിങ്ങളുടെ ജീവിതത്തിൽ മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എൻജോയ്. താങ്ക് യു. താങ്ക് യു ടിജോ. ചുരുങ്ങിയ വാക്കുകളിൽ ആയിരങ്ങളുടെ ഹൃദയം കവർന്നു. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇനി നമ്മുടെ കേക്ക് കട്ടിംഗ് ആണ്. കേക്ക് കട്ട് ചെയ്യാനായിട്ട് പാപ്പ ഒപ്പം തന്നെ മറ്റ് ഭാരവാഹികൾ മുന്നോട്ട് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ 19 വർഷക്കാലമായിട്ട് ഞാനിവിടെ വന്നു പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ എന്നെ കേക്ക് കട്ട് ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഈ കേക്ക് കട്ട് ചെയ്യുന്നത് ഞാനായിരിക്കില്ല. നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾ ഒരുവനെ ഈ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ക്ഷണിക്കുകയാണ്. പ്രിയ കമ്മിറ്റി പ്രവർത്തകരെ, നിങ്ങൾ ഈ ഓഡിയൻസിനകത്ത് നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക. എന്റെ പ്രതിനിധിയായിട്ട് അവരോട് കേക്ക് കട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഇന്ന് നമ്മുടെ പാപ്പ ഒരു വിട്ടുവീഴ്ച ചെയ്തിരിക്കുകയാണ്. സാധാരണ എല്ലാ വർഷവും പാപ്പയാണ് കേക്ക് കട്ട് ചെയ്ത് നമ്മുടെ ഈ സന്തോഷം പങ്കുവയ്ക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനം അദ്ദേഹം ഒരാൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നു. ആ ഭാഗ്യവാൻ മറ്റാരുമല്ല, അദ്ദേഹം കുടുംബത്തോടൊപ്പം ഇവിടെ ദയവേത് കടന്നു വരണം. ആശിഷ് തോമസ്. ആശിഷിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസം ആയിട്ടില്ല. അവര് ഹണിമൂൺ യാത്രയിലാണ്. അവർക്ക് ഒരു വലിയ ദൈവാനുഗ്രഹമാണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു കൈയടിയോടെ നിങ്ങൾ കൈയടിച്ചേ. ആശിഷ് എഡിൻബറ മലയാളി സമാജത്തിന്റെ ഒരു ഭാഗ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ റാഫിളിന് 1ാം സമ്മാനം 2ാം സമ്മാനം കിട്ടിയത് ആശിഷിനായിരുന്നു. ആശിഷിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം ആകുന്നതേ ഉള്ളൂ. അവരുടെ ഒരു ഭാഗ്യമാണ്, നമ്മുടെയും ഭാഗ്യമാണ്. സമാജത്തിന്റെ ഈ പ്രോഗ്രാമില് അവരെ ഏറ്റവും ഭാഗ്യപ്പെട്ട 2 കപ്പിളുകളായിട്ട് അവർ വന്നിരിക്കുന്നു. അവർക്ക് എല്ലാവിധ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ എഡിൻബറ മലയാളി സമാജത്തിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ പരിപാടികളുടെ
ഉദ്ഘാടന കർമ്മം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സീറ്റുകളിൽ കേക്കും ചായയും നമ്മുടെ കമ്മിറ്റിക്കാർ എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ സീറ്റുകളിൽ തന്നെ ഇരുന്നാൽ മതി. എല്ലാവർക്കും കമ്മിറ്റിക്കാർ എത്തിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം അറിയിക്കുന്നു. നിങ്ങൾക്ക് കമ്മിറ്റിക്കാർക്ക് എല്ലാവർക്കും പോവാം. നമ്മുടെ പരിപാടികൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്.